രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെയും രാഷ്ട്രീയ നയങ്ങളെയും ഒരുപോലെ വിളിക്കുന്ന വലിയൊരു വിവാദ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് NCERTയുടെ 8ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകം. ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്തി എന്ന പരാമർശത്തിന്റെ പേരിൽ സുപ്രീം കോടതി ഇടപെട്ട് പിൻവലിച്ച പുസ്തകമാണ് ഇപ്പോൾ വീണ്ടും വിപണിയിലെത്തിയിരിക്കുന്നത്. എന്നാൽ കോടതി നിർദ്ദേശിച്ച തിരുത്തലുകൾക്ക് പുറമെ രാജ്യത്തെ ചരിത്രത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും അപ്പാടെ മാറ്റി എഴുതുന്ന ഗുരുതരമായ രാഷ്ട്രീയ തിരുത്തലുകളോടെയാണ് പുതിയ പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഹിറ്റ്ലറുടെ ക്രൂരതകളെ വെള്ളപൂശിയും സവർക്കറെ പ്രകീർത്തിച്ചും വിഭജന കാലത്തെ കോൺഗ്രസ് നിലപാടുകളെ ചോദ്യം ചെയ്തും പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പാഠപുസ്തകങ്ങൾ രാജ്യത്ത് വലിയ രീതിയിലുള്ള പുതിയ രാഷ്ട്രീയ വിദ്യാഭ്യാസ സംവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഈ വർഷം ആദ്യമാണ് NCERTയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരു പാഠപുസ്തകത്തെ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുന്നത്. ഇന്ത്യൻ കോടതികളിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും അവിടെ കെട്ടിക്കിടക്കുന്ന കേസുകളെക്കുറിച്ചും പുസ്തകത്തിൽ പരാമർശിച്ച ഭാഗം ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി കർശന നിലപാടെടുത്തത്. നിയമവ്യവസ്ഥയുടെ അന്തസ്സ് കെടുത്തുന്ന ഇത്തരം ഭാഗങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കിയതോടെ NCERT സുപ്രീം കോടതിയോട് നിബന്ധനകളില്ലാതെ മാപ്പ് പറയുകയും പുസ്തകത്തിന്റെ ഡിജിറ്റൽ പ്രിന്റ് പതിപ്പുകൾ അടിയന്തരമായി വിപണിയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി പറഞ്ഞ തിരുത്തലുകളുടെ മറവിൽ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ NCERT നടത്തിയത് വൻ പുനഃക്രമീകരണങ്ങളാണ്. പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന അധ്യായത്തിലാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായ വിനായക് ദാമോദർ സവർക്കറെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള പുതിയ വരികൾ എഴുതി ചേർത്തിരിക്കുന്നത്. അതിനേക്കാൾ ഗൗരവമേറിയതാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറെയും നാസി തത്വശാസ്ത്രത്തെയും കുറിച്ചുള്ള ഭാഗങ്ങൾ വെട്ടിമാറ്റിയ നടപടി. ഹിറ്റ്ലർ വംശീയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്രൂരനായ ഏകാധിപതി ആയിരുന്നു എന്ന മുൻപത്തെ പരാമർശം പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. ചരിത്രത്തെ പുനർവായിക്കാനുള്ള ഈ നീക്കം അവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ഇന്ത്യ വിഭജന കാലത്തെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുകളെ കരിവാരി തേക്കുന്ന തരത്തിലാണ് പുതിയ തിരുത്തലുകൾ ഉടലെടുത്തിരിക്കുന്നത്. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ വിഭജനത്തിന് എതിരായിരുന്നുവെങ്കിലും രാജ്യത്തെ രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാതാക്കാൻ മുന്നോട്ടുള്ള ഏക മാർഗം എന്ന നിലയിൽ അതിനെ അംഗീകരിച്ചു എന്നതായിരുന്നു മുൻപത്തെ പാഠം. എന്നാൽ പുതിയ പുസ്തകത്തിൽ ഇതിനെ തിരുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് പാർട്ടിക്ക് പോലും വിഭജനത്തെ എതിർക്കേണ്ടി വന്നുവെന്നും എന്നാൽ വിഭജനം മാത്രമായിരുന്നു അന്ന് മുന്നിലുണ്ടായിരുന്ന ഏക മാർഗം എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കമുണ്ട് എന്ന വിഷയമാണ് ഇതിൽ ഉന്നയിച്ചിരുന്നത്. വിഭജന സമയത്ത് നടന്ന കൂട്ടക്കൊലകളിൽ ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കാതിരുന്ന കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും അന്ന് ഹെൽപ്ലെസ് ആയിരുന്നു എന്ന ഭാഗവും പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് പൂർണ്ണമായും വെട്ടിമാറ്റിയിരിക്കുന്നു. വിഭജനത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്മേൽ കെട്ടിവെക്കാനുള്ള വ്യക്തമായ രാഷ്ട്രീയ അജണ്ട ഇതിന് പിന്നിലുണ്ടെന്ന ആരോപണവും ഇപ്പോൾ ശക്തമാണ്. NCERTയുടെ ഈ നടപടിക്കെതിരെ രാജ്യത്തെ പ്രമുഖ ചരിത്രകാരന്മാരും പ്രതിപക്ഷ പാർട്ടികളും കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും വരും തലമുറയ്ക്ക് മുന്നിൽ യഥാർത്ഥ ചരിത്രം വളച്ചൊടിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പരോക്ഷമായ ഇടപെടലാണ് ഇതിന് പിന്നിലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കോടതി തിരുത്താൻ പറഞ്ഞ ഭാഗത്തിന്റെ മറവിൽ ചരിത്രത്തെ തന്നെ അട്ടിമറച്ച NCERTയുടെ നടപടി ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് വിവിധ കോണിൽ നിന്നും ഉയർന്ന പരാമർശങ്ങൾ. സുപ്രീം കോടതി വിരൽ ചൂണ്ടിയത് കോടതിയെക്കുറിച്ചുള്ള പരാമർശത്തിന്മേലായിരുന്നു. എന്നാൽ അതിന്റെ മറവിൽ NCERT വെട്ടിനിരത്തിയത് ലോകം അംഗീകരിച്ച ചരിത്ര വസ്തുതകളെയാണ്. വിഭജനത്തിന്റെ ചോരപ്പാടിൽ നിന്ന് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാനും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് സവർക്കറെ പ്രതിഷ്ഠിക്കാനും ഫാസിസത്തിന്റെ ക്രൂരതകളെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പുകച്ചു ചാടിക്കാനും ഭരണകൂടം കാണിക്കുന്ന ഈ തുടുക്കം ശുദ്ധമായ രാഷ്ട്രീയ അജണ്ടയാണ്. വരും തലമുറ പഠിക്കേണ്ടത് വസ്തുതകളുറങ്ങുന്ന ചരിത്രമാണ്, അല്ലാതെ ഭരണാധികാരികളുടെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്ന വെളുപ്പിച്ചെടുത്ത രാഷ്ട്രീയമല്ല. ചരിത്രത്തെ തിരുത്താൻ ഭരണകൂടങ്ങൾക്ക് സാധിച്ചേക്കാം, പക്ഷെ ചരിത്ര സത്യങ്ങളെ വിസ്മൃതിയിലേക്ക് തള്ളാൻ ജനാധിപത്യ ബോധമുള്ള ഒരു ജനത ഒരിക്കലും അനുവദിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്.